ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സിലെ അടുത്തതായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിന് മുൻപുള്ള 2-3 ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1909 മിൻറ്റോ മോർലി റിഫോംസിനെ കുറിച്ചും 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ ഇന്ത്യയിലുള്ള ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വയം ഭരിക്കാനുള്ള കൃത്യമായിട്ടുള്ള അതിൻ്റെ പരമാധികാരം ഇന്ത്യക്ക് നൽകിക്കൊണ്ട് ഒരു ആക്ട് പുറപ്പെടുവിക്കുകയാണ്. ആ ഒരു ആക്ടിന് പറയുന്ന പേരാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ആക്ടിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയാൽ മാത്രം ഇന്ത്യക്ക് എന്തില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യണം, ആക്ട് പാസ്സാക്കിയിട്ട് ആ ഒരു രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഔദ്യോഗികമായിട്ട് നൽകുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Indian Independence Act 1947. Indian Independence Act was introduced in the British Parliament on July 4, 1947 and was passed within a fortnight on July 18, 1947. This act did not provide for any new constitution for India. അപ്പോൾ ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് 1947 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്യണം, ഒരു ആക്ട് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് അനുസരിച്ച് ഡിഡ് നോട്ട് പ്രൊവൈഡ് ഫോർ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യക്ക് എന്ത് ചെയ്യില്ല, പുതിയതായിട്ട് ഭരണഘടനയൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓൺലി ആൻ ആക്ട് ടു എനാബിൾ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ടു ഫ്രെയിം ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു പ്രൊവൈഡ് ഫോർ ദി എക്സീഡിംഗ്ലി ഡിഫിക്കൽട്ട് പീരിയഡ് ഓഫ് ട്രാൻസിഷൻ. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും നമുക്കറിയാം 1947 എന്ത് ചെയ്യാണ്, ഇന്ത്യ വിഭജനം നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ പാർട്ടീഷൻ നടത്തുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ 2 ഡൊമീനിയൻസ് ആക്കിയിട്ട് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ അവിടെ സംഭവിക്കുകയാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യവും ഇന്ത്യയെ മറ്റൊരു രാജ്യവുമായിട്ട് എന്ത് ചെയ്യാണ്, 2 തരത്തിൽ ഡിവിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിവിഷൻ പ്രകാരം അതിനുശേഷം അവരെന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ തന്നെ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ ഈ ഒരു ആക്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തന്നെയാണ്. In other words, the act merely formalized and gave legal effort to promise made by Lord Mountbatten in his 3rd June plan. അങ്ങനെ ഈ ഒരു മൗണ്ട് ബാറ്റൻ പ്രഭു എന്താണ് ഒരു ലീഗൽ എഫേർട്ട്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ലീഗൽ എഫേർട്ടായിട്ട് അവർ ഇന്ത്യക്കും പാകിസ്ഥാനും തന്നെ അതിനുള്ള എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരമല്ല, ഇന്ത്യയും പാകിസ്ഥാനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. 1947 ഈ ഒരു ആക്ട് പാസ് ചെയ്യുന്നത്. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട മേജർ പ്രൊവിഷൻസ് ഇൻ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 അതിലെന്തൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രൊവിഷൻസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. മറ്റൊരു ഇൻട്രൊഡക്ഷൻ രീതിയാണ്. 1947 ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ഈ ഒരു ഭാഗം പ്രൊവിഷൻസ്, ഈ ഒരു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്.
The Act of 1947 provided for the partition of India and the establishment of two dominions, India and Pakistan, from the appointed by day wise August 1547. അതായത് 1947 1947 ആഗസ്റ്റ് 15 രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്, സ്വതന്ത്രമാവുകയാണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മുക്തമായിട്ട് രണ്ട് സ്വതന്ത്ര ഡൊമീനിയൻസ് ആക്കിയിട്ട് മാറ്റാണ്. ദ ആക്ട് ഓഫ് 1947 പ്രൊവൈഡഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിഭജനം ആണ് അവിടെ പ്രധാനമായിട്ടും ഈ ഒരു 1947 വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ത്യയുടെ വിഭജനമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ രാജ്യം, ഇന്നത്തെ ബംഗ്ലാദേശ്, പിന്നെ ഇന്നത്തെ ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇവയെല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു രാജ്യമായിരുന്നു നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത്. രാജ്യം എന്നതിനേക്കാൾ ഉപരി ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ അവരെന്ത് ചെയ്യാണ്, പാർട്ടീഷൻ നടത്തുകയാണ് ചെയ്യുന്നത്, വിഭജനം നടത്തുകയാണ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ടു ഡൊമീനിയൻസ്, അങ്ങനെ രണ്ട് ഡൊമീനിയൻസ് ആക്കിയിട്ട് അവരെന്ത് ചെയ്തു, പുതിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവിടെ നടത്തി. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഒരു രാജ്യം ഇന്ത്യ ആയിട്ടും മറ്റൊരു രാജ്യത്തെ പാകിസ്ഥാനായിട്ട് അവരെന്ത് ചെയ്യാണ്, പാർട്ടീഷൻ നടത്തുകയാണ്. എന്ന് മുതലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് മുതൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഏകദേശം 1947 ഓഗസ്റ്റ് 15 തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സമയം മുതൽ എന്ത് ചെയ്യാണ്, ഇന്ത്യയെ മറ്റൊരു രാജ്യമായിട്ടും പാകിസ്ഥാനെ മറ്റൊരു രാജ്യമായിട്ടും വിഭജനം നടത്തുകയാണ്. ഈ ഒരു 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. Then second one, the act provided for the legislative supremacy of the two dominions and declared that the British government have no control over the affairs of the dominions or provinces or any part of the dominions after 15th August 1947. ഈ ഒരു ആക്ടിൽ പറയുന്നത്, ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ലെജിസ്ലേറ്റീവ് സുപ്രീമസി, നിയമനിർമ്മാണത്തിനുള്ള അധികാരം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് സുപ്രീമസി എന്ത് ചെയ്യാണ്, പ്രൊവൈഡഡ് ഫോർ ദി ടു ഡൊമീനിയൻസ്, ഈ രണ്ട് ഡൊമീനിയൻസിനും എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടതായിട്ടുള്ള നിയമനിർമ്മാണത്തിനുള്ള അധികാരം പൂർണ്ണമായിട്ടും അവർക്ക് തന്നെ നൽകുകയാണ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മേലിൽ ഇനി എന്ത് ചെയ്യില്ല, അവരുടെ കാര്യങ്ങളിൽ, അവരുടെ നിയമനിർമ്മാണ മേഖലകളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കടത്തില്ല. പകരം എന്താണ്, അവരവർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ ആ രണ്ട് ഗവൺമെൻറ്റുകൾ, അതായത് ഇന്ത്യക്കാരെയും പാകിസ്ഥാൻകാരെയും അനുവദിക്കുകയാണ്. ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ലെജിസ്ലേറ്റീവ് സുപ്രീമസി. അപ്പോൾ ലെജിസ്ലേറ്റീവ് സുപ്രീമസി എന്ന് പറയുന്ന നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമാധികാരം അവരെന്ത് ചെയ്യാണ്, ഈ രണ്ട് ഡൊമീനിയൻസിന് നൽകുകയാണ്, ഇന്ത്യക്കും പാകിസ്ഥാനും നൽകുകയാണ്. ഡിക്ലെയർഡ് ദാറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാവ് നോ കൺട്രോൾ ഓവർ ദി അഫയേഴ്സ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ ഒരു രണ്ട് രാജ്യങ്ങളിലെയും നിയമനിർമ്മാണത്തിൽ എന്തില്ല, ഇനി യാതൊരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടായിരിക്കുന്നതല്ല എന്നും അവർ പറയുകയാണ്. ഓഫ് ദി ഡൊമീനിയൻസ് ഓൺ provinces or any part of the dominions after 15th August 1947. 1947 ഓഗസ്റ്റ് 15 ഇവർ ഈ രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമാകും. അപ്പോൾ ഈ ഒരു സ്വതന്ത്രമാകുന്ന സമയത്ത് പിന്നീട് എന്തില്ല, ആ ഒരു കാലയളവിന് ശേഷം ഈ രണ്ട് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് യാതൊരുവിധ അധികാരങ്ങളും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഈ ഒരു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ അവരെന്ത് ചെയ്യാണ്, പറയുകയാണ് ചെയ്യുന്നത്. Then third one, until a new constitution was framed for each dominion, the act made the existing constituent assembly on the dominion legislature for the time being. അതായത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അണ്ടിൽ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ് ഫോർ ഈച്ച് ഡൊമിനിയൻ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും എന്ത് ചെയ്യുക, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വരെ നിലവിലുള്ള ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് അല്ലെങ്കിൽ ഡൊമീനിയൻ ലെജിസ്ലേച്ചറായിട്ട് എന്ത് ചെയ്യാണ്, അവർ അംഗീകരിക്കുകയാണ് ഫോർ ദി ടൈം ബീയിങ്. അതായത് ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വരെ നിലവിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയെ എന്ത് ചെയ്യാണ്, ഒരു ലെജിസ്ലേറ്റീവ് അതോറിറ്റി ആയിട്ട് അവരെന്ത് ചെയ്തു, അംഗീകരിച്ചു എന്നുള്ളതാണ്. Then fourth one, pending the framing of new constitution, each of the dominions and all provinces were to be governed in accordance with the Government of India Act 1935, and each dominion was authorized to make notification with this effect. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊവിഷനാണ്
പെൻഡിങ് ദ ഫ്രെയിമിംഗ് ഓഫ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. പുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണം, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമല്ലോ. അതായത് രാജ്യം സ്വതന്ത്രമാവുകയാണ്, സുപ്രീം ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്യുകയാണ്, നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലൊരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തിയിരിക്കണം. ഈച്ച് ഓഫ് ദി ഡൊമീനിയൻസ് ആൻഡ് ഓൾ പ്രൊവിൻസസ് വെയർ ടു ബി ഗവേൺഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ അതുവരെയുള്ള ആ ഒരു സമയം അവരെന്ത് ചെയ്യാം, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് അനുസരിച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഭരണമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ആൻഡ് ഈച്ച് ഡൊമീനിയൻ വാസ് ഓതറൈസ്ഡ് ടു മേക്ക് നോട്ടിഫിക്കേഷൻ വിത്ത് ദിസ് എഫക്റ്റ്. ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഭരണം നടത്താനുള്ള, അതായത് വ്യത്യസ്തമായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നമ്മൾ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ എങ്ങനെ മാറ്റപ്പെടുത്തി എന്നുള്ളതും സെൻട്രൽ ഗവൺമെൻറ്റിനെ എങ്ങനെ മാറ്റപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Then the Governor General was given the power to modify or adopt the Government of India Act 1935 as might be considered necessary till 31st March 1948. After that, it was open to the Constituent Assembly to modify or amend the Act of 1935. അതായത് ഗവർണർ ജനറൽ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വൈസ്രോയിമാരായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേതൃത്വത്തിൽ ഗവർണർ ജനറൽമാർ വെച്ചിട്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ദ ഗവർണർ ജനറൽ വാസ് ഗിവൺ ദി പവർ ടു മോഡിഫൈ ഓർ അഡോപ്റ്റ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ മോഡിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള അധികാരം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആസ് മൈറ്റ് ബി കൺസിഡർ നെസസറി ടിൽ 31st March 1948. 1948 മാർച്ച് 31 വരെ ഉള്ള ഒരു കാലാവധിയിലായിരുന്നു അത് നൽകിയിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് ഓപ്പൺ ടു ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ടു മോഡിഫൈ ഓർ അമെൻഡ് ദ ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിനെ അതുവരെ മാറ്റം ചെയ്യാനുള്ള അധികാരം ഗവർണർ ജനറൽക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1948 മാർച്ച് 31 വരെയുള്ളൊരു കാലയളവാണ് അതിന് നൽകിയിരുന്നത്. അതിന് ശേഷമുള്ള മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, അപ്പോൾ പാകിസ്ഥാൻ്റെതാണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്കാണ്, ആ ഒരു അസംബ്ലിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നീട് അവരാണ് ഈ ഒരു ആക്ടിനെ മാറ്റാനുള്ള അധികാരം അവർക്ക് മാത്രമായിരിക്കും. അതുവരെയുള്ള അധികാരത്തെ 1948 മാർച്ച് 31 വരെ ഗവർണർ ജനറൽക്ക് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അധികാരം ഉണ്ടായിരുന്നു. The rights of the British monarch to vote bills or reserve bills for his pleasure were given up. This right was given to the Governor General. He was given the full right to assent in the name of His Majesty to any law of the Dominion legislature made in the ordinary legislative capacity. അപ്പോൾ അതുവരെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷ് മൊണാർക്ക്, അതായത് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി, ഈ ഒരു മൊണാർക്കിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭരണത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് റൈറ്റ് വാസ് ഗിവൺ ടു ദി ഗവർണർ ജനറൽ. അതുവരെ ഉണ്ടായിരുന്ന ശേഷമുള്ള 1947 ശേഷമുള്ള അധികാരങ്ങൾ ഗവർണർ ജനറലിൽ നിക്ഷിപ്തമാവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന്, അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് ഈ ഒരു ആക്ട് അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. Then 7th one, the act provided for the termination of the sovereignty of the British Crown over Indian states. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ മേലിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രൊവിൻസസിൻ്റെ മേലിലുള്ള ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അധികാരത്തെ പൂർണ്ണമായിട്ടും അതെന്ത് ചെയ്യാണ്, ടെർമിനേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ടെർമിനേഷൻ ഓഫ് ദി സോവറിറ്റി, പരമാധികാരത്തിൻ്റെ മേലുള്ള കൈകടത്തലുകൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓഫ് ദി ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ പരമാധികാരത്തിന് മേലിലുള്ള ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകടത്തൽ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. Then 8th one, agreements with the tribes of the northwest frontier province of India were to be negotiated by the successor dominion. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ
1947 സമയത്ത് ഒരുപാട് ഡൊമീനിയൻ സ്റ്റേറ്റ്സ്, അതായത് പല പ്രദേശങ്ങളും എന്ത് ചെയ്തു, അവർ 1947 ഈ ഒരു ആക്ട് അനുസരിച്ച് പ്രധാനമായിട്ട് 3 രീതിയിൽ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആക്ട് പാസ്സാക്കിയിരുന്നു. അതായത് ഒന്നെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, നിലകൊള്ളാം എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പോൾ പ്രധാനമായിട്ടും ഈ ട്രൈബ്സ് വിഭാഗങ്ങളൊക്കെ അടങ്ങുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അവിടെയുള്ള ആളുകളുമായിട്ട് കൃത്യമായി നെഗോസിയേഷൻ നടത്താൻ അഗ്രിമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു ആക്ട് എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. അഗ്രിമെൻറ്റ്സ് വിത്ത് ദ ട്രൈബ്സ് ഓഫ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് ഓഫ് ഇന്ത്യ വെർ ടു ബി നെഗോഷിയേറ്റഡ് ബൈ സക്സസർ ഡൊമീനിയൻ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അവർ ഇന്ത്യയുടെ ഭാഗമാവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. The 9th one, the office of the Secretary of State for India was to be abolished and his work was to be taken over by Secretary of State for the Commonwealth Affairs. The office of the Secretary of State for India was to be abolished. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓഫീസ് അബോളിഷ് ചെയ്യാണ്. ആൻഡ് ഹിസ് വർക്ക് വാസ് ടു ബി ടേക്കൺ ഓവർ ബൈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ്. അപ്പോൾ ആ ഒരു പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്നുള്ള ഒരു പേരിലേക്ക് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദി എംപറർ ഓഫ് ഇന്ത്യ വാസ് ടു ബി ഡ്രോപ്പ്ഡ് ഫ്രം ദി റോയൽ സ്റ്റൈൽ. നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തെ എംപറർ, ദ ടൈറ്റിൽ ഓഫ് ദി എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരു ഭരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് രാജ്ഞി അതുവരെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഒരു മാറ്റം 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ആ ഒരു മാറ്റം അവിടെ പ്രകടമാണ്. പിന്നീട് അതിനുശേഷം കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള പേരിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അതുവരെ എംപറർ ഓഫ് ഇന്ത്യ ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള പേരിൽ ആ ഒരു നാമത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. Then 11th one, the act provided both the dominions India and Pakistan the full power and right to go out of the British Commonwealth of Nation if they desire. ഇന്ത്യക്കും പാകിസ്ഥാനും എന്ത് ചെയ്യാണ്, കൃത്യമായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ്. ടു ഗോ ഔട്ട് ഓഫ് ദി ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നാഷൻസ് ഇഫ് ദേ ഡിസയർ. അവരാഗ്രഹിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നുള്ള ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, പുറത്തു പോകാമെന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. 12ാമതായിട്ട് പറയുന്നത്, ഇൻ ഷോർട്ട് ദ ആക്ട് കൺവേർട്ടഡ് ഇന്ത്യ ഫ്രം എ ഡിപ്പെൻഡൻസി ഓഫ് ദി ബ്രിട്ടീഷ് ക്രൗൺ ഇൻ ടു independent dominions within the British Commonwealth of Nations. The word independence emphasized from the control of the British Parliament. അതായത് ഇൻ ഷോർട്ട് ദ ആക്ട് കൺവേർട്ടഡ് ഇന്ത്യ ഫ്രം എ ഡിപ്പെൻഡൻസി ഓഫ് ദി ബ്രിട്ടീഷ് ക്രൗൺ ഇൻ ടു ഇൻഡിപെൻഡന്റ് ഡൊമീനിയൻ. ഈ ഒരു ആക്ട് അവസാനമായിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു രീതിയിലുള്ള രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങനെയുള്ളതല്ലാത്ത ഒരു പദവിയിലേക്ക് മാറ്റുകയാണ്. ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഡൊമീനിയൻസ്, 2 സ്വതന്ത്ര ഡൊമീനിയനുകളാക്കി മാറ്റുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ എന്തില്ല, ബ്രിട്ടീഷുകാർക്ക് യാതൊരുവിധ അധികാരവും ഇല്ല. വിത്തിൻ എ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ ഇടയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദ വേർഡ് ഇൻഡിപെൻഡൻസ് എംഫസൈസ്ഡ് ഫ്രം ദി കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അങ്ങനെ ആ ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അധികാരമുണ്ടായിരുന്ന ഇന്ത്യ എന്നുള്ള രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻസിലേക്ക് മാറ്റുകയാണ് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ നടക്കുന്നത്.
അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലോ എവർ എനാക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1940 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 അറിയപ്പെടുന്നത്. ഇറ്റ് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് ദി ബ്രിട്ടീഷ് സുപ്രീമസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം അന്ത്യം കുറിക്കുന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. ഇറ്റ് വാസ് റെക്കഗ്നീഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് ദി ഇന്ത്യൻസ് ടു ബി ഫ്രീ, ബട്ട് unfortunately it divided subcontinent into two dominions, India and Pakistan. അപ്പോൾ അതുവരെ രാജ്യത്ത് ജനങ്ങളെന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊരുതുകയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനമെത്തുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നത്. ഇറ്റ് മാർക്ക്ഡ് ദി എൻഡ് ഓഫ് ബ്രിട്ടീഷ് സുപ്രീമസി. ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് സുപ്രീമസി അവസാനിക്കുകയാണ് ഇൻ ഇന്ത്യ. ബട്ട് ഇറ്റ് വാസ് റെക്കഗ്നീഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് ദി ഇന്ത്യൻ ടു ബി ഫ്രീ. ഇന്ത്യക്കാരെ മുഴുവൻ സ്വതന്ത്രമാക്കിയിട്ടുള്ള ഒരു ഈ ഒരു ആക്ട് പാസ്സാകുമ്പോൾ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിവൈഡഡ് ദ സബ് കോണ്ടിനെൻറ്റ് ഇൻറ്റു ടു. നമ്മുടെ ഈ ഒരു ഉപഭൂഖണ്ഡത്തെ രണ്ടായിട്ട് എന്ത് ചെയ്യാണ്, വിഭജിക്കുകയാണ് ഈ ഒരു ആക്ടിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇറ്റ് ഡിവൈഡഡ് സബ് കോണ്ടിനെൻറ്റ് ഇൻറ്റു ടു ഡൊമീനിയൻസ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. 1947 ഈ ഒരു ആക്ട് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രീതിയിൽ പുതിയ രാജ്യങ്ങളായിട്ട് മാറുകയാണ്. നമുക്കറിയാം ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണ് ഇതിൻ്റെയൊക്കെ മൂല കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും വളരെ ദുഃഖകരമായ രീതിയിൽ ലോകത്ത് ഇന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സംഭവിച്ചത് ഈ ഒരു ആക്ടിലൂടെയാണ്. 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും അറിയുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. സോ താങ്ക് യു ആൾ.